Hey guys, welcome back. David, directed by Govind Vishnu, scriptwritten Deepu Rajeevan, Govind Vishnu. Okay, starring Anthony Peppe, Lijimol Jose, M.O. Ismail, അതാ ഫൈറ്റർ ട്ടാ, വിജയരാഘവൻ. വിജയരാഘവൻ എന്നുള്ള പേര് ആളൊരു ബ്രാൻഡാട്ടാ. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടത്തിന്റെ ലെങ്ത് എത്രയാണ്? പടത്തിന്റെ സിനിമയുടെ ലെങ്ത് 150 മിനിറ്റ് ഉണ്ട്. 150 മിനിറ്റാണ് ലെങ്ത് വന്നേക്കണത്. അതൊരു 10 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് കുറച്ചിരുന്നെങ്കിൽ, പടം ക്രിസ്പാക്കിയിരുന്നെങ്കിൽ, പടം ഒരു ക്വാളിറ്റി ഉള്ള ഒരു ആക്ഷൻ സ്പോർട്സ് മൂവി ആയിരുന്നു തന്നെ. അതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കണത്, അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കണത്, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹമുള്ള സിനിമകളാണ് സ്പോർട്സ് മൂവി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫൈറ്റ് മൂവി കാര്യങ്ങളൊക്കെ. കാരണം നമ്മൾ എത്ര ഡെസ്പായിരുന്നാലും നമുക്ക് ആ പെട്ടെന്ന് കണക്ട് ആവണ ആ സിനിമയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു എന്റർടൈനർ എന്നുള്ള പെർസ്പെക്റ്റീവിൽ ആ പടം എപ്പോഴും സക്സസ് ആയിരിക്കും. കാരണം അതൊരു മൈൻഡ് ഗെയിമാണ്, അത് അങ്ങനെയാണ്. പക്ഷേ ഈ പടത്തിന്റെ ലെങ്ത് വൈസ് വെച്ച് നോക്കുമ്പോൾ കുറേ ആവശ്യമില്ലാത്ത നെസസറി സീൻസ്, അതെന്ന് വെച്ചാൽ ഡയറക്ടറിന്റെ എല്ലാ ഫ്രെയിമും, എല്ലാ സ്ക്രിപ്റ്റിലുള്ള എല്ലാ സീക്വൻസും പുള്ളി ഷൂട്ട് ചെയ്തിട്ട് ഏത് കട്ട് ചെയ്യണമെന്നുള്ളൊരു ഡൗട്ടായി പോയി പുള്ളിക്ക്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ആയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇത് കൂട്ടിച്ചേർത്ത് വെക്കാൻ പറ്റുമോ, ഇത് പറ്റിയില്ലെങ്കിലോ, എന്നുവെച്ചാൽ അങ്ങനൊരു പ്രശ്നത്തിലേക്ക് പുള്ളി എത്തിയെന്ന് എനിക്ക് തോന്നുന്നത്. അത് കാരണം കുറേ സീൻസ് ഇങ്ങനെ ചേർത്ത് എല്ലാം ആവശ്യമുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന്റെ നെസസിറ്റിക്ക് ആവശ്യമില്ല. പക്ഷെ പടം എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കണമെങ്കിൽ അത് ആവശ്യമുണ്ട്. പക്ഷെ പടം ക്രിസ്പായിരിക്കണതാണ് എപ്പോഴും നല്ലത്. കാരണം ഒരു ഫൈറ്റ് മൂവി എന്ന് പറയുമ്പോൾ ആ ഫൈറ്റ് ചെയ്യാൻ എന്തായാലും ഫൈറ്റിൽ റിസൾട്ട് ഉണ്ടാവും. ആ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ ഉണ്ടാവും. ആ റീസണ് നമ്മൾ എങ്ങനെ ആ റീസണിലേക്ക് എത്തണം, ഇത്രയേ ഉള്ളൂ ഒരു ഫൈറ്റ് മൂവി, അല്ലെങ്കിൽ ഒരു ആക്ഷൻ മൂവി, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് മൂവി എന്ന് പറഞ്ഞാൽ ഇത്രയും റീസണാണ് മെയിനായിട്ട് വരുന്നത്. ഇപ്പം ദംഗലായാലും സുൽത്താനായാലും അല്ലെങ്കിൽ മേരി കോം ആയാലും നമ്മുടെ ഇന്ത്യൻ മൂവീസ് ഇടാൻ പറയണെല്ലാം, ഇതെല്ലാം നമുക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടുള്ള മൂവീസാണ് അതെല്ലാം. ദംഗൽ ഇന്ത്യയിലെ ഏറ്റവും ഗ്രോസ് കളക്ഷൻ 2000 കോടിക്ക് മേലെ കളക്ട് ചെയ്ത പടമാണ്. അപ്പം അത്രയും നല്ലൊരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പെപ്പെ ബ്രില്യൻ്റ് ആയിട്ട്, നല്ല കിഡിലനായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. കിഡിലനായിട്ട് പുള്ളി അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പുള്ളി ഒരുപാട് പെയിൻ അതിനുവേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം അടിപൊളി. അതിനകത്തുള്ള എല്ലാ സീക്വൻസും, എല്ലാ ഫ്രെയിംസും എല്ലാം അടിപൊളി. പടത്തിന്റെ ലെങ്ത്താണ് എന്നെ ഒരു ഫസ്റ്റ് ഹാഫ് വരെയുള്ള ലെങ്ത് കട്ട് ചെയ്തത്. സെക്കൻഡ് ഹാഫ് ഓക്കെ, സെക്കൻഡ് ഹാഫിൽ എല്ലാം കുറച്ച് ഓടിച്ചു കാണിച്ചു. ആ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഫസ്റ്റ് ഹാഫാണ് കുറച്ച് ക്രിസ്പാക്കിയിരുന്നെങ്കിൽ കുറേയും കൂടി മച്ച് ബെറ്റർ ആയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഹാഫ് കുറച്ച് ചെറിയൊരു ലാഗ് കൂടിപ്പോയി വെച്ചാൽ ഉള്ള കാര്യം പറയാം. ഫസ്റ്റ് ഹാഫ് ഒരു ചെറിയൊരു ലാഗ് കൂടിപ്പോയി. പക്ഷേ അത് പടത്തിനെ അഫക്റ്റ് ചെയ്യണമെന്നില്ല. സെക്കൻഡ് ഹാഫ് കുറച്ച് ക്രിസ്മസിന് കൂടിപ്പോയി. അയാൾ അത് എങ്ങനെ അത് റെഡിയായി വരുന്നു, എങ്ങനെ അയാളുടെ ബോഡിനെ അയാൾ ഓവർകം ചെയ്ത് വരുന്നു, എങ്ങനെ അയാൾ അതിൻ്റെ അതിലേക്ക് എത്തുന്നു, അതൊക്കെ കുറച്ചുകൂടി ഇന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഓവറോൾ പടം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ഞാൻ റൊമാൻസും ദാവീദും കണ്ടിട്ട് എനിക്ക് ദാവീദ് ഇഷ്ടപ്പെട്ടിട്ട്, റൊമാൻസ് എനിക്ക് കണക്ട് ആയാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ദാവീദ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പം ഒരു 10 മിനിറ്റ് ക്രിസ്പാക്കിയിട്ട് നിങ്ങൾ പടം ഇറക്കിയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബി ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു തന്നെ പടത്തിന്. ഇപ്പോൾ ലിറ്ററലി നമ്മൾ നിന്ന് കത്തി ഇങ്ങനെ വന്നം, അത്രേ ഉള്ളൂ. ഒരു ഇഗ്നീഷൻ കൂടുതലുണ്ടായിരുന്നു. ഓക്കെ സിനിമയാണ്. ഓക്കെ അല്ല, ഒരു കുറച്ചും കൂടി തൊട്ട് മുകളിലത്തെ പടമാണ്. നല്ല പടമാണ്, കുഴപ്പമില്ല. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ എൻ്റെ മാത്രം അഭിപ്രായമാണ്. ബൈ.